ഹലോ, ഇന്നത്തെ വീഡിയോ വാവേനെ വാക്സിനേഷന് കൊണ്ടുപോകുന്ന വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാനപ്പോൾ അവൻ എണീക്കുന്ന മുമ്പേ തന്നെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് മമ്മി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക. ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വാവ എണീറ്റിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ അവനെ പോയി എടുത്ത് ഇവനെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരുങ്ങാനായിട്ട്. കാരണം ഏകദേശം 12 മണിക്ക് മുന്നേ നമ്മളവിടെ പോയി രജിസ്റ്റർ ചെയ്യണം, എന്നാലേ കൊച്ചുങ്ങൾക്ക് വാക്സിൻ വെക്കാൻ പറ്റുള്ളൂ. കാരണം ഒത്തിരി പിള്ളേർ വരുന്നുണ്ട്. കാരണം ബുധനാഴ്ച വാക്സിനേഷൻ്റെ ദിവസം കൂടെ ആയതുകൊണ്ട് ഞാൻ വേഗം പോയി അവനെ വേഗം കുളിപ്പിച്ച് കിടത്തി ഉറക്കി. വാക്സിൻ വെച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് കുളിപ്പിച്ച് ഉറക്കി. പിന്നെ ഞങ്ങൾ വന്ന് റെഡിയായി. അപ്പത്തിന് ഞാൻ ബാഗിൽ ഏകദേശം കുറച്ച് സാധനങ്ങൾ കേട്ടോ, വാവയുടെ ഒരു ടർക്കിയും ഒരു ഡ്രസ്സും പാമ്പേഴ്സും അതെന്തായാലും ഞാൻ എപ്പോൾ പോകുമ്പോഴും ഒരെണ്ണം എക്സ്ട്രാ കരുതും കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്ന് മാറ്റി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് വേണമല്ലോ, അതുകൊണ്ട് കരുതി. പിന്നെ അവൻ്റെ ബുക്കുണ്ട് കേട്ടോ, ഒരു കാർഡ് പോലെയുണ്ട്. അത് വാക്സിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകണം. അവർ രജിസ്റ്റർ ചെയ്യും കേട്ടോ എത്ര മാസത്തെയാണ്. ഇതിപ്പോൾ വാവയുടെ 2.5 മാസത്തിൻ്റെ ആട്ടോ വാക്സിൻ എടുക്കുന്നത്. ബാഗിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വാവേൻ്റെ ഉടുപ്പൊക്കെ മാറ്റിയിട്ടാട്ടോ തൊട്ടിക്ക് കിടത്തിയിട്ടുള്ളത്. പിന്നെ അവൻ അങ്ങനെ എടുത്തുകൊണ്ടേ മതി, ഇല്ലെങ്കിൽ ഉറക്കത്തിൽ എണീപ്പിച്ച് മാറ്റുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ സോക്സ് മീഷോന്ന് മേടിച്ച കേട്ടോ. നല്ല സോക്സാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോക്സാണ് കേട്ടോ. ഈ സോക്സിൽ ഏകദേശം 5 പെയർ വരുന്നുണ്ട് കേട്ടോ. നല്ല ലൈറ്റ് കളറാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഏകദേശം 75 രൂപ എങ്ങനെ വരുന്നുള്ളൂ. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റും കേട്ടോ. ഞാനിങ്ങനെ വാവയുടെ സാധനങ്ങളൊക്കെ ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അവൻ എണീക്കുമ്പോഴത്തേനും പോയാൽ മതിയല്ലോ. പിന്നെ ഞങ്ങളുടെ മമ്മിക്ക് എപ്പോഴും ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഇങ്ങനെ പിന്നി മുടിയിട്ട് കഴിഞ്ഞാൽ അടിയിലൊന്നും മടക്കി കുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പൊതുവേ മമ്മി അങ്ങനെയാണ്, എല്ലാ അമ്മമാരും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ മുടി അത്യാവശ്യം നല്ല കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, നല്ല കൊഴിയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇൻഹേലർ എവിടെ കിടക്കണ്ടാലും ഒന്നെടുത്ത് വലിക്കണം. ഇപ്പം ഞാൻ വലിച്ചത് എനിക്ക് ചെറുതായിട്ട് ജലദോഷം പോലെ തോന്നിയത് കണ്ടു കഴിഞ്ഞാൽ വലിക്കാണ്ടിരുന്ന് കഴിഞ്ഞൊരു സമാധാനമില്ല. നിങ്ങളങ്ങനെയാണെങ്കിൽ ഒന്ന് പറയട്ടോ. എൻ്റെ മുടി ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ മമ്മിക്ക് പ്രത്യേക ഒരു ആശ്വാസം. പിന്നെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കൊഴുവാല് പോലെ കിടക്കുമായിരുന്നു, ഇപ്പോൾ പിന്നെ കുറച്ചും കൂടെ മെനയായിട്ട് കിടക്കുന്നുണ്ട്. കാരണം എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അങ്ങനെ മുടി കൊഴിച്ചിലില്ലായിരുന്നു. മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല എന്നല്ലേ പറയുക, എനിക്ക് അങ്ങനെ മുടി കൊഴിച്ചിലില്ലായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാവേനെ ഞാൻ അപ്പോഴത്തേനും തൊട്ടിയിൽ നിന്ന് എടുത്ത് അവൻ ഉറക്കുമായിരുന്നു. ഇപ്പോൾ എണീറ്റു. എന്നിട്ട് ഞാൻ സോക്സൊക്കെ മാറ്റി ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോയ്ക്കാട്ടോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ വരാൻ വേണ്ടി നമ്മൾ മുകളിലോട്ട് കയറി നിൽക്കുവാണ് കേട്ടോ. ഞങ്ങൾ മുകളിൽ കയറി നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേനും ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷ കയറി ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ചുള്ളിയോട് സെൻറ്ററിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത്, എൻ്റെ വീട് വരുന്നത് തമിഴ്നാട്ടിലാണ്, ബോർഡറാണ് കേട്ടോ, കേരള തമിഴ്നാട് ബോർഡറിലാണ്. നീലഗിരി എന്ന് പറയും. താളൂർ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. അപ്പം സെൻറ്ററിലാണ് പോയി ചെയ്യുന്നത്. ഫസ്റ്റത്തെ വാക്സിൻ അവന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുത്തു, BCG വാക്സിൻ. സെക്കൻഡ് വാക്സിൻ 45 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അപ്പം കണ്ടിന്യൂസ് ഇവിടെ തന്നെ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഇച്ചാൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ നിന്നുള്ള സെൻറ്ററിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 45-ാം ദിവസത്തെ വാക്സിൻ 2 കൈയിലും 2 കാലിലും കൂടെയാണ് കേട്ടോ. ഈ വെട്ടത്തെ 2.5 മാസത്തിൻ്റെ ഒരു കാലിൽ മാത്രമാണ്. പക്ഷേ എങ്ങനെയായാലും വേദന സഹിച്ചത് കരയുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരും കേട്ടോ. പിന്നെ അമ്മമാരുടെ മടിയിൽ തന്നെ ഇരുത്തണം എന്നാട്ടോ ഇവിടെ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുമ്പ് ഒരു കൂട്ടുകാരിനെ കിട്ടി. കൂട്ടുകാരിയും വാവയെ നല്ല സന്തോഷത്തിലാണ്. അവർക്കറിയില്ലല്ലോ കുത്താനം കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതെന്ന്. നമ്മളവിടെ ചെന്ന് രജിസ്റ്ററൊക്കെ ചെയ്തിട്ടാട്ടോ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാക്സിനേഷന് കയറ്റുന്നത്. വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. ഒറ്റക്കാലിലായതുകൊണ്ട് അവൻ അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ കരഞ്ഞ് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ അപ്പോഴത്തേനും ഞങ്ങൾ ഓട്ടോ പിടിച്ച് വേഗം വീട്ടിലെത്താമെന്നുള്ളതായിരുന്നു. കാരണം നല്ല പനി ഉണ്ടാവുമെന്ന് പറഞ്ഞു, കാലിൽ നല്ല കടച്ചിലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി വാവയ്ക്ക് അടുത്തത് 3.5 മാസത്തിൻ്റെ വാക്സിനും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 9-ാം മാസത്തെയാണ്. ഇതാലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ പേടിയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അവൻ ചെറുതായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാലൊന്നും നനക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ മരുന്നൊക്കെ കൊടുത്തു. 6 മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. താങ്ക് യു.